പിരിവ് പാടില്ല എന്നുള്ളത് സ്വലാഹി പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് തെളിയിച്ചാൽ, പിരിവ് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിരിവ് പാടില്ല എന്ന് പറയാൻ ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ എന്ന ആയത്ത് പെരിന്തൽമണ്ണയിൽ ഓതിയിട്ടില്ല. പിരിവ് എരപ്പത്തരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് മൂന്നും ഉണ്ടെന്ന് തെളിയിച്ചാൽ, ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു ആരോപണമാണത്. അപ്പൊ ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പോലും തെറ്റിദ്ധരിച്ചു പോയി, സലാഹിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോയി. അതുകൊണ്ട് പറയട്ടെ, ഈ വാദം പിരിവ് പാടില്ല എന്ന് പറഞ്ഞു, പാടില്ല എന്ന് പറയാൻ പെരിന്തൽമണ്ണയിലെ ഒന്നാമത്തെ പ്രസംഗത്തിൽ ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ എന്നുള്ള ആയത്തോതി പിരിവ് എരപ്പത്തരമാണ് എന്ന് പറഞ്ഞു. ഈ വാദം തെറ്റാണ്, അത് അസത്യമാണ്, വസ്തുതക്ക് വിരുദ്ധമാണ്. ഇനി അതുണ്ടെന്ന് തെളിയിച്ചാൽ ആ ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്തതിലും, കാരണം അത്രക്കും വ്യാപകമായി ഇവരിത് പ്രചരിപ്പിക്കുന്നുണ്ട്. പിരിവ് പാടില്ല എന്ന് പറഞ്ഞു, പെരിന്തൽമണ്ണയിൽ അങ്ങനെ ഒരു ആയത്ത് ഓതി, അങ്ങനെ ഒരു ആയത്ത് പെരിന്തൽമണ്ണയിൽ ഓതിയിട്ടില്ല. അത് കാണിച്ചു തരണം, അത് കാണിച്ചു തരണം. ഇനി ഇവിടെ ഈ വിഷയം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, പിരിവ് പാടില്ല എന്നുള്ളത് സലാഹി പറഞ്ഞിട്ടുണ്ടോ? സലാഹി പറഞ്ഞിട്ടില്ല. അത് എരപ്പത്തരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. അതിന് ആയത്ത് ഓതിയിട്ടുണ്ടോ? ആയത്ത് ഓതിയിട്ടില്ല. പിന്നെ സലാഹി പറഞ്ഞത് എന്താണ്? സലാഹി പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. കാരണം എന്തിനാണ് എന്ന് ചോദിച്ചാല്, കേരളത്തിന്റെ സംഘടനാ വേദികളിലൊക്കെ ഇവര് ആവർത്തിച്ചു പറഞ്ഞ ഒരു ആരോപണമാണിത്. പലരും അതിൽ ശരിക്കും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണിത്. അപ്പൊ ഇത് പലരും ഇത് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റൂല. സലാഹി അതില് പിരിവ് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സലാഹി പറഞ്ഞ എന്താണ്? ഞാനത് വായിക്കാൻ പോവാണ്. സലാഹി സംഘടനയുടെ ശുറൂത്തുകളെ കുറിച്ച് പെരിന്തൽമണ്ണ വിശദീകരിക്കുകയാണ്. സംഘടനയുടെ ശുറൂത്തുകളെ കുറിച്ച് സലാഹി വിശദീകരിക്കുകയാണ്. ആ വിശദീകരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കാര്യങ്ങള്, ഒന്ന് ഹിസ്ബിയത്ത് ഉണ്ടാകാൻ പാടില്ല, സമ്മം തോഴത്തും പാടില്ല, പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കണം, ഷറൈന് മുഖാലിഫായ കാര്യങ്ങൾ വരാൻ പാടില്ല, വലാവും ബറാവും സംഘടനയുടെ പേരിലാകരുത്. എന്നിട്ട് അദ്ദേഹം ഒരു ഷർത്തായിട്ട് പറയുന്നത് എന്താ അറിയോ? പണം പിരിക്കുന്നതും പണം സൂക്ഷിക്കുന്നതും പണം വിനിയോഗിക്കുന്നതും ഷറ അനുസരിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം. ഇതിൽ പിരിക്കണ്ടെന്നാ പറഞ്ഞത് അതോ പിരിക്കണം എന്നാ പറഞ്ഞത്? പണം പിരിക്കുന്നതും, ഇത് ആ പെരിന്തൽമണ്ണയിലെ കാസറ്റ് കേട്ട് ഞാൻ എഴുതിയെടുത്തതാണ്. എന്താ പറഞ്ഞത്? ഷർത്ത് തന്നെയാണ്. എന്താ ഷർത്ത്? പണം പിരിക്കുന്നതും പണം സൂക്ഷിക്കുന്നതും പണം വിനിയോഗിക്കുന്നതും ശറഅ അനുസരിച്ച മാർഗത്തിലൂടെ ആവണം. പിരിവ് വേണ്ടെന്നാ? എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണിത് പറയുന്നത്? ഈ വാചകം സലാഹി പല തവണ ആവർത്തിക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7 തവണ സലാഹി ഈ വാചകം ആവർത്തിക്കുന്നുണ്ട്. എന്ത്? പണം പിരിക്കുന്നതും പണം സൂക്ഷിക്കുന്നതും പണം വിനിയോഗിക്കുന്നതും ശറഅ അനുസരിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം. പിരിക്കണ്ടെന്നാ? പണം പിരിക്കുന്നത് ശറഅ അനുസരിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം. 7 തവണ സലാഹി പെരിന്തൽമണ്ണയിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് പച്ചക്ക് കളവ് പറയും. എന്താണ് നമ്മളിതിൽ ചെയ്യേണ്ടേ? എന്താ നമ്മളിതിൽ ചെയ്യേണ്ടേ? 2 മണിക്കൂർ ചില്ലാനുള്ള പ്രസംഗം, അതിൽ 1 മണിക്കൂറിന് ശേഷം 1 മണിക്കൂർ 45-ാമത്തെ മിനിറ്റിൽ ഒരു തവണ, രണ്ടാമത്തെ തവണ ആവർത്തിച്ചു. ആദ്യം ഒന്ന് തുടക്കത്തിൽ, പിന്നെ 1 മണിക്കൂർ 47-ാമത്തെ മിനിറ്റ്, പിന്നെ 1 മണിക്കൂർ 47-ാമത്തെ മിനിറ്റിൽ തന്നെ വീണ്ടും ആവർത്തിച്ചു, പിന്നെ 1 മണിക്കൂർ 48-ാമത്തെ മിനിറ്റിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞതിന് 56-ാമത്തെ മിനിറ്റിൽ വീണ്ടും ആവർത്തിച്ചു. എന്ത്? പണം പിരിക്കുന്നതും പണം സൂക്ഷിക്കുന്നതും പണം വിനിയോഗിക്കുന്നതും ശറഅ അനുസരിച്ച മാർഗത്തിലൂടെ ആയിരിക്കും. എന്നിട്ട് അവസാനം 2 മണിക്കൂർ 12-ാമത്തെ മിനിറ്റായി കുറച്ച് കാര്യങ്ങൾ പറയണം. ആ പറയുന്നത് എന്താ അറിയോ? പിന്നെ ഹുസൈൻ മടവൂര് കുറെ സലഫിയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടുവന്നു,
സലഫിയത്ത് അങ്ങനെയൊന്നും തുറന്നു പറയാൻ പറഞ്ഞു. പള്ളികൾക്ക് പേരിടുമ്പോ ഒരു പൊതുവായ പേരുകൾ ഇടണം. എന്നിട്ട് സലാഹി അതിനെ ഒന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു, ഇനി മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിക്ക് മസ്ജിദ് സുന്നി എന്ന് പേരിട്ടാൽ സുന്നികളാണ് നമസ്കരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകണം, നമുക്ക് സലഫിയത്ത് തുറന്നു പറയാൻ കഴിയണം. പിരിവിന് ചെന്നാലും പറയണം ഞങ്ങൾ സലഫികൾ തന്നെ. അതുപോലും പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പിരിവിന് ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങൾ ഏത് മുജാഹിദാന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ റുക്കിയ ഷറൈന്റെ ജിന്നു കൂടും റുക്കിയ ഷറൈന്റെ മുജാഹിദുകളാണ് നിങ്ങൾ പറയണമെന്ന് വരെ ഈ പെരിന്തൽമണ്ണത്തെ പ്രസംഗത്തിൽ. എന്താ ചെയ്യ? ഇത് പിന്നെ എന്താണെങ്കിലും ഫൈസൽ മുസ്ലിയാരുടെ ഈ പ്രഭാഷണം നടന്നു, അത് പഠിക്കാനൊരു നിമിത്തായി, ഒന്നുകൂടി കൂടുതൽ പഠിക്കാനൊരു നിമിത്തായി. ഇരുന്ന് കേട്ടു, രണ്ടും ഇരുന്ന് കേട്ടു. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങള്, എനിക്ക് പറയാനുള്ളത്, നിങ്ങള് ഹക്കിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ഹക്കിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് സലാഹി പറയുന്നത് എന്താ വെച്ചാല്, പിന്നെ പിരിക്കണ്ടെന്നല്ല, പിരിവിന് പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. പിരിവിന് പോകുമ്പോ ഒരു മുതലാളിയുടെ വീട്ടിൽ ചെല്ലും, അയാള് സിനിമാ നടികളെ വെച്ചിട്ട് കാശ് വാങ്ങുന്ന ആളായിരിക്കും. അവ പിരിവിന് പോകുമ്പോ കണ്ടോ, അതാ പറയുന്നത്. പിരിവിന് പോകുമ്പോ ഈ സിനിമാ നടികളെ വെച്ചിട്ട് കേട്ടോ, പിരിവിന് പോണ്ടെന്നല്ല, പോകുമ്പോ. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങള്. പിന്നെ പിരിക്കുമ്പോ നമ്മൾ പാലിക്കേണ്ട മര്യാദകള്, പണം വിനിയോഗിക്കുന്നിടത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകള്. പിന്നെ എന്തായാലും വേണ്ടില്ല നമുക്ക് പണം കിട്ടണം എന്ന് ആ രീതിനെ പിന്നെ എതിർക്കുന്നത്. ഒരു വലിയ പ്രൊജക്ട് നമ്മുടെ അടുത്ത് സാമ്പത്തികം ഒന്നും ഉണ്ടാവില്ല, എന്നിട്ട് വലിയ പ്രൊജക്ട് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ആളുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് പൈസ ചോദിക്കുന്നത്. ഈ രൂപത്തില് ആണ് എന്ത് ചെയ്യുന്നത്, സലാഹി അതിനെ എതിർക്കുന്നത്. അതിലൊരു മാറ്റം വരണം. അത് നമ്മളെ എന്ന് പറയുന്നില്ല. പിന്നെന്താ പറയുക, ആ വാദം തന്നെ എന്താ വെച്ചാല്, പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അതിൽ പറയുന്ന ഒരു വാചകം, ഇന്നിപ്പോൾ മതസംഘടനകൾ പണം പിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആ വാചകം തന്നെ അങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. ആ വാചകത്തിൽ തന്നെ ഉള്ളത് മതസംഘടനകൾ എന്നുള്ളതാണ്. മതസംഘടനകൾ പണം പിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ പണം പിരിക്കുന്നതിനല്ല എതിർത്തത്. അപ്പോ ഇതൊരിക്കലും ഫൈസൽ മുസ്ലിയാര് പറയാൻ പാടില്ല. എന്റെ അഭിപ്രായമാണ്. നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാല്, പിരിവ് ഇരക്കലാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പിരിവ് ഇരപ്പത്തരാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞിട്ടില്ല. പിരിവ് ഇരപ്പത്തരാണെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത് അറിയോ? ഞാൻ ആ വാചകം വായിക്കാം. പിരിവ് ഇരപ്പത്തരമാണ് എന്നല്ല പറഞ്ഞത്, പിരിവ് ഇരക്കലാണ് അതുമല്ല പറഞ്ഞത്. പിന്നെ പറയണത് കോഴിക്കോടുന്ന് തിരുത്തിന്ന്. കോഴിക്കോടുന്ന് തിരുത്തിയത് ഏതാ? തിരുത്തിയതല്ല. ചില ആളുകൾക്ക് എന്ത് ഇരക്കുക എന്ന് പറഞ്ഞതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇരക്കലല്ല യാചന, അതാ തിരുത്തിയത്. അതല്ല ഞാൻ പിരിവ് ഇരപ്പത്തരാണെന്ന് പറഞ്ഞു അത് തിരുത്തി എന്നാ പ്രചരിപ്പിക്കുന്നത്. അല്ല, പിരിവ് ഇരപ്പത്തരാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെളിയിക്കും, ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് മാപ്പ് പറഞ്ഞോളാം. നിങ്ങൾ ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തരും. എന്താ പറഞ്ഞത് അറിയോ? ഞാനത് വായിച്ചു തരാം. അദ്ദേഹം പറയുന്നത്, അപ്പൊ ശറ അനുസരിച്ച മാർഗത്തിലൂടെ ആകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നിപ്പോൾ മതസംഘടനകൾ പണം പിരിക്കാൻ എന്തെല്ലാം രൂപമാണ് കേട്ടോ, പണം പിരിക്കാൻ എന്തെല്ലാം രൂപമാണ് സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ രൂപത്തെ കുറിച്ച് പറയാണ് ഇരക്കൽ ആണ്. അതിന്റെ രൂപങ്ങളെ കുറിച്ച് പറയാണ്. പണം പിരിക്കാൻ എന്തെല്ലാം രൂപമാണ്? ഒന്നാമത് ഇരക്കലാണത്. അപ്പൊ പിരിവ് അതിന് നമ്മൾ പല രൂപങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഒന്നാമത് എന്താ? ഇരക്കല് എന്നാണ്ട് ഒഴിവാക്കിക്കളും, യാചിക്ക. അല്ല, പിരിവ് ഇരക്കലാണ്, പിരിവ് ഇരപ്പത്തരാണെന്നല്ല പറഞ്ഞത്. എന്തെല്ലാം രൂപങ്ങളാണ് സ്വീകരിക്കുന്നത്? ഒന്നാമത് ഇരക്കൽ തന്നെയാണത്, ഇരക്കൽ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്തോ, പിന്നെ അദ്ദേഹം ഉദാഹരണം തന്നെ പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്, നിങ്ങൾ 500 തന്നാ പോരാ, ഒരു 2000 പ്രതീക്ഷിച്ചാണ് വന്നത്. തല ചൊറിഞ്ഞിട്ട് മുതലാളിയോട് പറയും, എന്തൊരു കുറച്ചിലാണ്. ഇതിനാണ് പിരിവ്. യാചനയാവരുത്, യാചനയിലേക്ക് പോകരുത്, അത് യാചനയാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പിരിവ് ഇരപ്പത്തരാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഇരക്കലാകുന്നു എന്ന് പറഞ്ഞതിന് അദ്ദേഹം എന്ത് പറഞ്ഞു? ചില ആളുകൾക്ക് അത് പ്രയാസിച്ചിട്ടുണ്ട്. അത് യാചന എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന്റെ രൂപങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് പിരിവിന് പല രൂപങ്ങൾ വരുന്നു, അതിലൊന്നാമത് അത് ഇരക്കലാകുന്നു. അതല്ല, പിരിവ് ഇരക്കലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കും. അത് ഇരപ്പത്തരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ പെരിന്തൽമണ്ണയില് അത് പറയാൻ വേണ്ടിയിട്ട് ആയത്ത് ഓതി എന്നുള്ളതാണ്. പെരിന്തൽമണ്ണയില് ആയത്ത് ഓതിയിട്ടില്ല. ആ ആയത്ത് പറഞ്ഞിട്ടുണ്ട് ആര്? ഷെയ്ഖ് മുഖബിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊക്കെ പ്രസംഗിക്കലുമുണ്ട്. എന്ത്? പിരിവിന്റെ രംഗത്ത് റമ്മുൽ മസ്അല എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം നമ്മളൊക്കെ വായിക്കേണ്ട ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സലാഹി വിശദീകരിച്ചത്. അതിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് സലാഹി വിശദീകരിച്ചത്. പിരിവുമായി അതെങ്ങനെ പിരിക്കണം, എങ്ങനെ ആ കാര്യങ്ങൾ പറയണം, അത് ദമ്മുൽ മസ്അല നമ്മളെല്ലാവരും ഇത് വായിക്കണം. ആ ദമ്മുൽ മസ്അലനെ ഷെയ്ഖ് റബി എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഖ് റബി അദ്ദേഹത്തിന്റെ ഒരു ഫത്വയും കൊടുക്കുന്നുണ്ട്. ഇന്ന് യാചനയായിട്ടുണ്ട്. ഷെയ്ഖ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു ഉദാഹരണമൊക്കെ ഷെയ്ഖ് അതിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സലഫുകളുടെ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇനി പിന്നെ അവരെന്ത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഷെയ്ഖ് റബീനൊക്കെ ഒരു മറുപടി നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ ഷെയ്ഖ് മുഖബിലിനൊക്കെ ഒരു മറുപടി നമുക്ക് കൊടുക്കാം. അതല്ലേ നല്ലത്? സലാഹി പറഞ്ഞത് അത്രയേ ഉള്ളൂ. അപ്പോ പിരിക്കരുത്, പിരിവ് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എരപ്പത്തരെന്ന് പറഞ്ഞിട്ടില്ല. ആയത്തോതി എന്ന് ആയത്തോതിയിട്ടില്ല. ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ എതിർക്കുമ്പോ നമ്മൾ ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുക? ഇനി അത് മാത്രല്ല, അദ്ദേഹത്തോട് ചോദ്യകർത്താവ് ഇത് വിശദീകരിച്ച സന്ദർഭത്തില് അദ്ദേഹത്തോട് ചോദ്യകർത്താവ് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ പിരിവ് പാടില്ല എന്ന് പറഞ്ഞതിന് ആയത്തോതി എന്ന് പറഞ്ഞല്ലോ, അതിന് ഓഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അടുത്തൊരു ചോദ്യം ചോദിച്ചു. ആ നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പൊ അത് കളവാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ തെളിവെന്താണ്? നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മുസ്ലിംഷയോട് ചോദിച്ചു, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ സലാഹി പ്രസംഗിച്ചത്? മറുപടി എന്തായിരുന്നു അറിയോ? ഞാനത് കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. നമ്മൾ ആലോചിച്ചു നോക്കണം. മുസ്ലിം അത് കേട്ടിട്ടില്ല. അപ്പൊ അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ പരിഹസിക്കുന്നുണ്ട്. അല്ല, കളവ് എന്ന് പറഞ്ഞത് ആരാണ്? അയാളെ പേരെന്ന് പറയാൻ കളവാണെന്ന് പറഞ്ഞല്ലോ, ആളെ പേരൊന്നും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ പരിഹസിക്കുന്നുമുണ്ട്. അപ്പൊ ചോദിച്ചു, ഫൈസൽ മുസ്ലിയാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ സലാഹി അത് പ്രസംഗിക്കുന്നത്? അപ്പോ ഫൈസൽ മുസ്ലിയാരുടെ മറുപടി, ഇല്ല, ഞാനത് കേട്ടിട്ടില്ല. അബൂബക്കർ സലഫി എന്നോട് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഫൈസൽ മുസ്ലിയാരൊക്കെ നമ്മള് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വിചാരിച്ചിരുന്നത് വളരെയധികം പക്വതയോടുകൂടി, വളരെയധികം മാന്യതയോടുകൂടി, വളരെയധികം അവധാനതയോടുകൂടി ആയിരിക്കുന്ന ആൾ എന്നൊക്കെയായിരുന്നു നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സക്കരിയ സലാഹിയുടെ വിഷയം വന്നപ്പോ അതൊക്കെ മറന്നോ ഫൈസൽ മുസ്ലിയാർ? എന്താ ഇസ്ലാം ദീനിൽ അതിന്റെ വിധി എന്താ? കണ്ടതും കേട്ടതും പറയുന്നതിന്റെ ഹുക്കം എന്താ? ഇമാം മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ തന്നെ പറയുന്നത് എന്താ? കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യന് കളവായിട്ട് മതി കേൾക്കുന്നതൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത്. അപ്പോ ഫൈസൽ മുസ്ലിയാർ അത് കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആര് പറഞ്ഞു കൊടുത്തു? അബൂബക്കർ സലഫി പറഞ്ഞു കൊടുത്തു. അപ്പൊ അബൂബക്കർ സലഫി പറഞ്ഞതും എന്താണ് എന്നുള്ളത് നിങ്ങൾ പൂരിപ്പിച്ചാൽ